ജീവിതത്തിൽ എന്തിനും രണ്ടാമതൊരു അവസരമുണ്ട്. എന്നാൽ ജീവിതം മാത്രം രണ്ടാമതൊന്നില്ല. ഉള്ള ജീവിതം കരുതലോടെ സ്നേഹിച്ചു ജീവിക്കുക. പനിനീർ പൂക്കളെ ആഗ്രഹിക്കുന്നവർ അതിൽ ഒളിഞ്ഞിരിക്കുന്ന മുള്ളുകളെ മറക്കരുത്. ചിലതൊക്കെ നഷ്ടപ്പെടുമ്പോൾ മറ്റു ചിലതൊക്കെ പ്രതീക്ഷിക്കാതെ നമ്മളെ തേടി വരും. എല്ലാവരും നല്ല വ്യക്തികളെ തിരയുന്നു. എന്നാൽ ആരും നല്ല വ്യക്തികൾ ആകാൻ ശ്രമിക്കുന്നില്ല എന്നതാണ് സത്യം. ജീവിതം ലക്ഷ്യത്തോട് അടുക്കുമ്പോഴും ലക്ഷ്യം നേടി മടങ്ങുമ്പോഴും പിന്നിട്ട വഴികളെയും കൂടെ നിന്നവരെയും സ്നേഹം തന്നവരെയും മറക്കാതിരിക്കുക. ക്ഷമയോടെ ഇരിക്കുക. ഏറ്റവും മികച്ചത് ലഭിക്കാൻ ഏറ്റവും മോശമായ അവസ്ഥയിലൂടെ ചിലപ്പോൾ കടന്നു പോകേണ്ടി വരും. ഉള്ളിൽ 1000 സങ്കടങ്ങൾ അലയടിക്കുമ്പോഴും പുഞ്ചിരിക്കണം. ആർക്കു മുന്നിലും തോറ്റുകൊടുക്കില്ല എന്ന വാശിയോടെ. ഇരുട്ടില്ലാതെ നക്ഷത്രങ്ങൾക്ക് തിളങ്ങാൻ സാധിക്കില്ല. അതുപോലെ വേദനകളില്ലാതെ ജീവിതവും പ്രകാശിക്കില്ല. കൊടുക്കുന്ന സ്നേഹത്തിൻ്റെ വില അറിയാത്തവരാണ് കൂടെ ഉള്ളതെങ്കിൽ നമ്മൾ അവർക്ക് വേണ്ടി മാറ്റിവെച്ച സമയവും ജീവിതവും വെറുതെയായി പോകും. നമ്മെ തെറ്റിദ്ധരിച്ചവരെ തിരുത്താൻ പോകാതെ ഇരിക്കുന്നതാണ് നല്ലത്. നമ്മെ മനസ്സിലാക്കിയ ചിലരെങ്കിലും ഉണ്ടാകും. അവരെ നഷ്ടപ്പെടുത്താതെ നോക്കുക. പരിശ്രമം ഇല്ലാത്ത സ്വപ്നങ്ങൾ വെറും വ്യാമോഹങ്ങൾ മാത്രമാണ്. പരിശ്രമിച്ചാൽ അതിൻ്റെ ഫലം തീർച്ചയായും ലഭിക്കുക തന്നെ ചെയ്യും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നമ്മളോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് നമ്മളെ മനസ്സിലാക്കാൻ കഴിയാത്ത ആളുകൾക്ക് വേണ്ടി നമ്മുടെ സ്നേഹം, കണ്ണീർ, സമയം എന്നിവ ചിലവഴിക്കുന്നു എന്നുള്ളതാണ്. ഭയപ്പെടാൻ തുടങ്ങിയാൽ ഭയപ്പെടുത്താനും ആളുണ്ടാവും. പിന്തിരിഞ്ഞോടാൻ തീരുമാനിച്ചാൽ ജീവിതകാലം മുഴുവൻ പിന്തിരിഞ്ഞോടേണ്ടി വരും. ഏത് സാഹചര്യത്തിലും മുന്നോട്ടു പോകാൻ തയ്യാറാവുക. ഇടുങ്ങിയ ചിന്താഗതിയിൽ സ്വന്തം സ്വപ്നങ്ങളെ തളച്ചിടാതെ ചിറകുകൾ വിടർത്തി പറക്കുക. പുതിയ ആകാശങ്ങൾ നിങ്ങൾക്കായി തുറക്കപ്പെടും. എന്തൊക്കെ തടസ്സങ്ങളുണ്ടായാലും എത്ര കഷ്ടപ്പെടേണ്ടി വന്നാലും ഞാൻ എൻ്റെ ലക്ഷ്യം നേടിയെടുക്കുമെന്ന ഉറച്ച തീരുമാനം എടുക്കുന്ന സമയം മുതൽ വിജയം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ജീവിതത്തിൽ പണത്തേക്കാൾ വലിയ ചില സമ്പാദ്യങ്ങളുണ്ട്. അതാണ് നല്ല ബന്ധങ്ങൾ. നമ്മളെ മനസ്സിലാക്കുന്ന, നമ്മുടെ തെറ്റുകളും കുറവുകളും മനസ്സിലാക്കി നമ്മുടെ കൂടെ ചേർന്ന് നിൽക്കുന്ന ചിലരുണ്ട്. അവരെ ചേർത്ത് നിർത്തുക. അതാണ് യഥാർത്ഥ സമ്പാദ്യം. ന്യായം നമ്മുടെ ഭാഗത്താണെങ്കിൽ, തെറ്റ് സംഭവിച്ചിട്ടില്ലെങ്കിൽ, ആരൊക്കെ നമ്മളെ മോശക്കാർ ആക്കിയാലും തളർത്താൻ ശ്രമിച്ചാലും കാലം ഒരിക്കലും നമ്മളെ തോറ്റുപോകാൻ അനുവദിക്കുകയില്ല. ചിലർ നിങ്ങളുടെ മുന്നിലെത്തുന്നത് ഒരു അനുഗ്രഹമായിട്ടായിരിക്കും. എന്നാൽ ചിലർ നിങ്ങൾക്കൊരു പാഠമായിരിക്കും. ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം പ്രവർത്തിക്കാനുള്ള തീരുമാനമെടുക്കലാണ്. ബാക്കിയുള്ളത് അതിൽ ഉറച്ചു നിൽക്കാനുള്ള നിർബന്ധ ബുദ്ധി മാത്രമാണ്. നമുക്ക് ചില സമയങ്ങളിൽ ഉപദേശത്തെക്കാൾ ആവശ്യം നമ്മളെ മനസ്സിലാക്കുകയും ക്ഷമയോടെ കേൾക്കുകയും ചെയ്യുന്ന ഒരാളെയാണ്. പണത്തേക്കാൾ പ്രധാനമാണ് സമയം. നിങ്ങൾക്ക് കൂടുതൽ പണം സമ്പാദിക്കാൻ കഴിയും. എന്നാൽ നിങ്ങൾക്ക് കൂടുതൽ സമയം നേടാൻ കഴിയില്ല. അന്യൻ്റെ ധനത്തെ അപഹരിക്കാതെയും അവയെക്കുറിച്ച് ചിന്തിക്കാതെയും ഇരിക്കുന്നവർക്ക് മനസ്സമാധാനം ലഭിക്കും. നിങ്ങൾ തുടക്കത്തിൽ പരാജയപ്പെടും. ഇടയ്ക്കിടെ പരാജയപ്പെടും. പരാജയത്തോടെ മുന്നേറുക. അന്തിമ വിജയം തോൽവിയിൽ മനംനൊന്ത് പിന്മാറാത്തവർക്ക് വേണ്ടി മാത്രമുള്ളതാണ്.